യേശുവിനോടൊപ്പമുള്ള യാത്ര. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന ജീവിതം. ഗലാത്യർ 6 അധ്യായം 2 തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. പരസ്പരം കരുതുവാനും സഹായിക്കുവാനുമാണ് നാം ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എപ്പോൾ സഹായിക്കണം, എങ്ങനെ സഹായിക്കണം എന്നത് തീരുമാനിക്കാൻ ജ്ഞാനവും പ്രാർത്ഥനയും ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും സാധാരണമാണ്. എന്നാൽ യേശുവിനോടൊപ്പം നാം യാത്ര ചെയ്യുമ്പോൾ ഭാരങ്ങൾ എല്ലാം നീങ്ങിപ്പോകുന്നു. അങ്ങനെ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കുവാൻ സാധിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശു ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ആശ്വാസത്തിൻ്റെ ഉറവിടം എന്നത് ക്രിസ്തുവിൽ നിന്നാണ്. കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരെയും തന്നിലേക്ക് വരുവാൻ ഇവിടെ ക്ഷണിക്കുന്നത് കാണാം. ഭാരത്താലും മറ്റ് വിഷമതകളിലും കഴിയുന്ന എല്ലാവരെയും തന്നിലേക്ക് കടന്നുവരാൻ കർത്താവ് ക്ഷണിക്കുന്നു. ആത്മാർത്ഥമായി കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് ഭാരങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. പലവിധ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവിക സമാധാനത്തിൽ സന്തോഷിക്കാൻ ക്രിസ്തുവിലൂടെ സാധിക്കും. കർത്താവായ യേശു തൻ്റെ അടുക്കൽ ഭാരത്തോടെ കടന്നുവന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ സ്വീകരിച്ചതുപോലെ നാമും തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുന്ന ജീവിതം നയിക്കണമെന്ന് പൗലോസ് ഈ വചനത്തിലൂടെ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാരങ്ങൾ ചുമക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നയിക്കുന്ന ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയെപ്പോലെ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിച്ചതിനായി നന്ദി. പരസ്പരം ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.